എല്ലാവർക്കും സുധർമാസ് ഫിസിക്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. CBSE 10ാം ക്ലാസ്സിൻ്റെ ബോർഡ് എക്സാം ടേം 1ൻ്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് ചാപ്റ്റർ നമ്മുടെ ലൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ ആണ് ടേം 1ന് വരുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഒരു സെറ്റ് MCQs ഓൾറെഡി ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ കാണാൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് തരാം. അപ്പോൾ അടുത്ത 10 സെറ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പരീക്ഷ വരുന്നത് വരെ നമുക്കിങ്ങനെ ഒരുപാട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തുകൊണ്ടിരിക്കാം. ഓക്കെ, അങ്ങനെയാകുമ്പോൾ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമായിരിക്കും. അത്രയല്ലേ, ഫിസിക്സിൽ 2 ചാപ്റ്റർ മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, അപ്പം പാർട്ട് 2-ൽ അടുത്ത ഒരു 10 ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ: ഇൻ ടോർച്ചസ്, സെർച്ച് ലൈറ്റ്സ് ആൻഡ് ഹെഡ് ലൈറ്റ്സ് ഓഫ് വെഹിക്കിൾസ് ദ ബൾബ് ഈസ് പ്ലേസ്ഡ്. ടോർച്ചിലും ഹെഡ് ലൈറ്റ്സ്, വെഹിക്കിൾസിൻ്റെ ഹെഡ് ലൈറ്റിലൊക്കെ സെർച്ച് ലൈറ്റിലൊക്കെ ബൾബ് എവിടെയാണ് വെക്കേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അപ്പം 4 ഓപ്ഷൻസ് ആദ്യം വായിക്കാം. ബിറ്റ്വീൻ ദ പോൾ ആൻഡ് ദ ഫോക്കസ് ഓഫ് ദ റിഫ്ലക്ടർ, വെരി നിയർ ടു ദ ഫോക്കസ് ഓഫ് ദ റിഫ്ലക്ടർ, ബിറ്റ്വീൻ ദ ഫോക്കസ് ആൻഡ് സെൻറ്റർ ഓഫ് കർവേച്ചർ ഓഫ് ദ റിഫ്ലക്ടർ, അറ്റ് ദ സെൻറ്റർ ഓഫ് കർവേച്ചർ ഓഫ് ദ റിഫ്ലക്ടർ. അപ്പോൾ നമുക്കറിയാം ഈ റിഫ്ലക്ടർ എന്ന് പറയുന്നത് ഒരു കോൺകേവ് ഷേപ്പാണ് അല്ലേ. കോൺകേവ് ഷേപ്പിലാവുമ്പം നമുക്ക് സെർച്ച് ലൈറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണം, ക്ലിയർ ആയിട്ടൊരു ബീം ഓഫ് ലൈറ്റ്, നല്ല വലിയ നല്ല സ്പ്രെഡ് ആവുന്ന രീതിയിലൊരു ലൈറ്റാണ് വേണ്ടത്. അപ്പം ഇവിടെ തന്നിരിക്കുന്ന എന്താണ്, ബിറ്റ്വീൻ ദ പോൾ ആൻഡ് ദ ഫോക്കസ് ഓഫ് ദ റിഫ്ലക്ടർ, വെരി നിയർ ടു ദ ഫോക്കസ് ഓഫ് ദ റിഫ്ലക്ടർ, ബിറ്റ്വീൻ ദ ഫോക്കസ് ആൻഡ് സെൻറ്റർ ഓഫ് കർവേച്ചർ ഓഫ് ദ റിഫ്ലക്ടർ. നമുക്കതൊന്ന് നോക്കാം. ഇവിടെ പോള്, ഫോക്കസ്, സെൻറ്റർ ഓഫ് കർവേച്ചർ. അപ്പോൾ ബിറ്റ്വീൻ ദ പോൾ ആൻഡ് ഫോക്കസ് ഓഫ് ദ റിഫ്ലക്ടർ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഇവിടെ ഒരു വെർച്വൽ ഇതാണ് വരിക അല്ലേ. അപ്പം ബാക്കിലാണ് നമുക്ക്, അതായത് ബീം ഓഫ് ലൈറ്റ് ആയിട്ട് കിട്ടാൻ പറ്റില്ല. നോർമലി നമ്മൾ ഫോക്കസിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പാരലൽ ബീം ഓഫ് ലൈറ്റ് കിട്ടും. അപ്പോൾ ഇവിടെ വെരി നിയർ ടു ദ ഫോക്കസ് ഓഫ് ദ റിഫ്ലക്ടർ ആണ് എന്ത്, നമുക്ക് ബീം ഓഫ് ലൈറ്റിൻ്റെ റിക്വയർമെൻറ്റ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ എന്താണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്, വെരി നിയർ ടു ദ ഫോക്കസ് ഓഫ് ദ റിഫ്ലക്ടർ. അപ്പോൾ അതിലേതാണ് വരുന്നത്, ഇവിടെ ബി ആണ് അതിൻ്റെ ഓപ്ഷൻ വരുന്നത്. ഓക്കെ, അപ്പോഴേ നമുക്കൊരു ബീം ഓഫ് ലൈറ്റ് കൃത്യമായിട്ട് സ്പ്രെഡ് ആവുന്ന രീതിയിൽ വരുള്ളൂ. അപ്പം നിയർ ടു ദ ഫോക്കസ് ഓഫ് ദ റിഫ്ലക്ടർ ആണ് നമ്മൾ വെക്കേണ്ടത്. ഓക്കെ, the laws of reflection hold good for plane mirror only, concave mirror only, convex mirror only, all mirrors irrespective of their shape. ഇതിൽ ഏതാണ് ഓപ്ഷൻ വരിക, നമുക്കറിയാം ലോസ് ഓഫ് റിഫ്ലക്ഷൻ എവിടെയും വാലിഡ് ആണ് അല്ലേ. അപ്പം ഓൾ മിറേഴ്സ് ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ ഷേപ്പ്, അതാണ് എന്ത് ഇവിടുത്തെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദ പാത്ത് ഓഫ് എ റേ ഓഫ് ലൈറ്റ് കമ്മിങ് from air passing through a rectangular glass slab traced by 4 students are shown as A, B, C and D in figure. Which one of them is correct? ഗ്ലാസ് സ്ലാബിലെ കൂടുതലുള്ള റിഫ്രാക്ഷൻ ആണ്. അപ്പം ഗ്ലാസ് സ്ലാബ് നിങ്ങൾ പഠിച്ചിട്ടില്ലേ, സ്കൂളിൽ കാണിച്ചു തന്നിട്ടില്ലെങ്കിലും കൂടി നമുക്കറിയാം ഇവിടെ തന്നിരിക്കുന്നത് ഗ്ലാസ് സ്ലാബ് ട്രേസ്ഡ് ബൈ 4 സ്റ്റുഡൻസ് ആണ്. എയർ ടു ഗ്ലാസ് സ്ലാബ് ആണ്. എയർ ടു ഗ്ലാസ് എന്ന് പറഞ്ഞാൽ റെയറർ ടു ഡെൻസർ മീഡിയം ആണ്. ഗ്ലാസ് ടു എയർ വരുമ്പോൾ ഡെൻസർ ടു റെയറർ മീഡിയം ആണ് വരുന്നത്. ആ ഒരു ഐഡിയ വെച്ചിട്ട് ഡയഗ്രാം നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം. എയർ ടു ഗ്ലാസ് എന്ന് പറയുമ്പോൾ റെയറർ ടു ഡെൻസർ, ദ റേ ബെൻസ് ടുവേർഡ്സ് ദ നോർമൽ. അതേപോലെ ഗ്ലാസ് ടു എയർ ആണെങ്കിൽ ഡെൻസർ ടു റെയറർ മീഡിയം, ദ റേ വിൽ ബെൻഡ് അവേ ഫ്രം ദ നോർമൽ. ഇനി അതൊന്നും അറിയില്ല എന്ന് വെച്ചോളൂ, എന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കൂ, ആദ്യത്തെ ഡയഗ്രാം നോക്കൂ, സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നത്. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ റിഫ്രാക്ഷൻ നടക്കില്ല അല്ലേ. അപ്പോൾ അങ്ങനെ വരില്ല. നമുക്ക് ഗ്ലാസ് ലാബിലേക്ക് ലൈറ്റ് എൻ്റർ ചെയ്യുമ്പം അവിടെ എന്തായാലും ഒരു ബെൻഡിങ് ഉണ്ടാവും. ആദ്യത്തെ ഡയഗ്രത്തിൽ ആ ബെൻഡിങ് കാണാനില്ല. രണ്ടാമത്തെ ഡയഗ്രത്തിൽ എയർ ടു ഗ്ലാസ് ഒരു ബെൻഡിങ് കാണാനുണ്ട്, ഗ്ലാസ് ടു എയർ ഒരു ബെൻഡിങ് കാണാനുണ്ട്. ഓക്കെ, മൂന്നാമത്തെ ഡയഗ്രാം ഞാൻ ആൻസറിലേക്ക് വരാം. പക്ഷേ നമ്മൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻ വന്ന് അനലൈസ് ചെയ്യേണ്ടതെന്നുള്ളതാണ് പറയുന്നത്. അപ്പം മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ ആദ്യത്തെ ഇൻ്റർഫേസിൽ ഒരു റിഫ്രാക്ഷൻ ഒന്നും കാണാനില്ല. രണ്ടാമത്തെ ഇൻ്റർഫേസിൽ ബെൻഡിങ് കാണാനുണ്ട്. പക്ഷെ ആദ്യത്തേൽ ബെൻഡിങ് ഉണ്ട്, രണ്ടാമത്തേൽ ഇല്ല. അപ്പോൾ ഇവിടെ നമുക്ക് കറക്റ്റ് ഓപ്ഷനായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഇവിടെ ലാറ്ററൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമ്മുടെ ഇൻസിഡൻറ്റ് റേയും എമർജൻറ്റ് റേയും നോക്കിക്കഴിഞ്ഞാൽ ലാറ്ററൽ ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട്. അപ്പം കറക്റ്റ് ഡയഗ്രാം എന്ന് പറയുന്നത് ബി ആണ്. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ:
യു ആർ ഗിവൺ വാട്ടർ, മസ്റ്റാർഡ് ഓയിൽ, ഗ്ലിസറിൻ ആൻഡ് കെറോസിൻ. ഇത് ഇത്തിരി ഒരു ടഫായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നാം. പക്ഷേ ഇത് നമ്മുടെ NCERT എക്സാംപ്ലർ ക്വസ്റ്റ്യനിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ പറയുന്നതൊക്കെ. സാധാരണഗതിയിൽ തന്നെ നമ്മുടെ ബോർഡ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ MCQs വരുന്നുണ്ടെങ്കിൽ അത് NCERT എക്സാംപ്ലറിനായിരിക്കും മാക്സിമം വരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് ഫുൾ ക്വസ്റ്റ്യൻ പേപ്പർ MCQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നോക്കാനില്ല. അതൊന്നും എന്തായാലും അത് മുഴുവനും നമ്മൾ ബൈഹാർട്ട് ആക്കിയിരിക്കണം. അത് എന്തായാലും എവിടെ നിന്ന് ചോദിച്ചാലും നമ്മൾ പഠിച്ചിരിക്കണത്. ഓക്കെ, ഇത് അതിലുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ അറിഞ്ഞിരിക്കണം. മസ്റ്റാർഡ് ഓയിൽ, വാട്ടർ, ഗ്ലിസറിൻ ആൻഡ് കെറസിൻ തന്നിട്ടുണ്ട്. ഇൻ വിച്ച് ഓഫ് ദീസ് മീഡിയ എ റേ ഓഫ് ലൈറ്റ് ഇൻസിഡൻറ്റ് ഒബ്ലീക്ലി അറ്റ് സെയിം ആംഗിൾ വുഡ് ബെൻഡ് ദ മോസ്റ്റ്? ഇതിൽ ഏതിലാണ് ബെൻഡിങ് അധികം ഉണ്ടാവുന്നത്, ഏതിനാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്കറിയാം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിക്കഴിഞ്ഞാലാണ് എന്ത് ബെൻഡിങ് റിഫ്രാക്ഷൻ കൂടുതലാവുന്നത്. അപ്പോൾ ഇവിടെ ഉള്ള ആൻസർ എന്ന് പറയുന്നത് ഗ്ലിസറിൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് പറയാം, നിങ്ങൾ സാധാരണഗതിയിൽ വെള്ളവും ഗ്ലാസ്, എയർ, പിന്നെ ഡയമണ്ട്, ഇത്രയാണ് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ പഠിക്കുന്ന റിഫ്രാക്റ്റീവ് ഇൻഡിസസ്. പക്ഷേ ഇവിടെ ഈ മസ്റ്റാർഡ് ഓയിലിൻ്റെയും ഗ്ലിസറിനും കെറസിനും ഒന്നും നമുക്ക് അറിയില്ല. പക്ഷേ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്തൊരു ടേബിൾ ഉണ്ട്, അതിൽ ഇതിൻ്റെയൊക്കെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടായിരിക്കുക, ആ ടേബിളിനെ ഒന്ന് നോക്കി മനസ്സിലാക്കി വെക്കുക. ആ ഒരു ഓർഡർ, നിങ്ങൾ വാല്യൂ പഠിക്കുകയൊന്നും വേണ്ട, പക്ഷെ ആ ഒരു ഓർഡർ ഏതിനാണ് അധികം ഏതിനാണ് കുറവ് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ ഇതേപോലെയുള്ള ഇതേ ക്വസ്റ്റ്യൻ തന്നെ സെയിം ചോദിക്കാനുള്ള ചാൻസാണ് കൂടുതൽ. ഓക്കെ, അപ്പം അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് റേ ഡയഗ്രാംസ് ഇസ് കറക്റ്റ് ഫോർ the ray of light incident on a concave mirror as shown in figure? അപ്പം ഫസ്റ്റ് ഡയഗ്രാം ഫിഗർ 10.6 എന്ന് പറയുന്നത് അത് ക്വസ്റ്റ്യൻ ഡയഗ്രാണ്. ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു കോൺകേവ് മിറർ ഉണ്ട്, അതിലേക്ക് ഒരു റേ ഇൻസിഡൻറ്റ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ആണ്. അപ്പോൾ നമുക്കറിയാം എന്താണ്, ഇഫ് എ റേ ഓഫ് ലൈറ്റ് ഈസ് ഇൻസിഡൻറ്റ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ഓഫ് എ കോൺകേവ് മിറർ, ദ റേ വിൽ പാസ് ത്രൂ ദ ഫോക്കസ് ആഫ്റ്റർ റിഫ്ലക്ഷൻ. അതാണ് നമ്മുടെ റൂള്, നമ്മൾ പഠിച്ചതാണ് റേ ഡയഗ്രാംസ് വരയ്ക്കുമ്പോൾ. അപ്പം ഫിഗർ എ നോക്കൂ, ഫോക്കസിൽ കൂടി അല്ല പോകുന്നത്, അത് എവിടെയോ വേറെ എവിടെയൊക്കെയോ പോണത്. രണ്ടാമത്തെ റേ എന്ന് പറയുന്നത് റിഫ്ലക്റ്റഡ് റേ ഇതിലേ പോണത് 2F പോണത്. മൂന്നാമത്തെ റേ അത് തന്നെ ഇതാ ഇവിടെ നിന്ന് തന്നെ തിരിച്ചു പോകണം, അതും തെറ്റാണ്. ഏതിലെ കൂടിയാണ് പോകേണ്ടത്, ഫോക്കസിൽ കൂടിയാണ് പോകുന്നത്. ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇറ്റ് ഷുഡ് പാസ് ത്രൂ ദ ഫോക്കസ്. അപ്പോൾ ഇവിടെ ഫിഗർ ഡി ആണ് അതിൻ്റെ ആൻസർ. ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ക്വസ്റ്റ്യൻ 6, വിച്ച് ഓഫ് ദ ഫോളോയിങ് റേ ഡയഗ്രാംസ് ഇസ് കറക്റ്റ് ഫോർ ദ റേ ഓഫ് ലൈറ്റ് ഇൻസിഡൻറ്റ് ഓൺ എ ലെൻസ് ആസ് ഷോൺ ഇൻ ഫിഗർ? അപ്പോൾ ഇവിടെ ഇത് ലെൻസ് ആണ്, ഇവിടെയും ക്വസ്റ്റ്യൻ ഡയഗ്രാം ആണ് എന്ത് ഫിഗർ 10.7. അവിടെ എന്താണ് റേ ഓഫ് ലൈറ്റ് പാസിംഗ് ത്രൂ ദ ഫോക്കസ്. അപ്പോൾ ഇത് ലെൻസ് ആണ്, കോൺവെക്സ് ലെൻസ് ആണ്. ഇഫ് എ റേ ഓഫ് ലൈറ്റ് പാസസ് ത്രൂ ദ ഫോക്കസ്, then after refraction from the lens it passes parallel to the principal axis. അപ്പോൾ അത് ഏതാണെന്ന് നോക്കാം. ഇവിടെ നമുക്ക് ആദ്യം തന്നെ ആൻസർ കിട്ടുകയാണ്. നമ്മൾ നാല് ഓപ്ഷനും നോക്കണം. രണ്ടാമത്തെ ഡയഗ്രാം ഫിഗർ ബി ഒന്നുമല്ല, നോക്കൂ എങ്ങനെയൊക്കെയാണ് പോയിരിക്കുന്നത്. ഫിഗർ സിയും അത് നോക്കൂ, തിരിച്ച് റിഫ്ലക്ഷൻ പോലെയാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഫിഗർ ഡിയും അല്ല, ഫോക്കസിൽ കൂടെ പോകുമ്പോൾ എന്ത് വേണം, ഫിഗർ എ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അപ്പം ഓപ്ഷൻ എ. എന്തുകൊണ്ടാ, റേ പാസിംഗ് ത്രൂ ദ ഫോക്കസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ ഇറ്റ് എമർജസ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. അതാണ് ഇവിടുത്തെ റൂൾ. അതായത് നമ്മൾ റേ ഡയഗ്രാം വരയ്ക്കുമ്പം പഠിച്ചിരിക്കുന്ന എല്ലാ റൂൾസും നമ്മൾ കൃത്യമായിട്ട് ഓർമ്മിച്ചിരിക്കണം. മിററിനും ലെൻസിനും അതിനൊക്കെ ക്വസ്റ്റ്യൻസ് വരും. ക്വസ്റ്റ്യൻ 7, എ ചൈൽഡ് ഈസ് സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് എ മാജിക് മിറർ. ഷീ ഫൈൻഡ്സ് ദ ഇമേജ് ഓഫ് ഹെർ ഹെഡ് ബിഗ്ഗർ, middle portion of her body, middle portion same size, and that of her legs smaller. The following is the order of combinations for the magic mirror from the top. Head bigger, head എവിടെയാ വരിക, മുകളിൽ ഹെഡ്, പിന്നെ middle portion then leg, ഇങ്ങനെയാണല്ലോ വരിക മിററിൽ നോക്കിക്കഴിഞ്ഞാൽ. അപ്പം ഹെഡ് എങ്ങനെയാണ്, ഹെഡ് ബിഗ് ആണ്, മിഡിൽ പോർഷൻ സെയിം സൈസ്, പിന്നെ ലെഗ് സ്മോൾ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പം ഏത് മിററിലാണ് നമ്മൾ വെർച്വൽ ഇമേജിൽ
ഈ ഓർഡറിൽ വരിക നോക്കാം. മിഡിൽ പോർഷൻ സെയിം സൈസാണ്. സെയിം സൈസ് എന്ന് പറഞ്ഞാൽ പ്ലെയിൻ മിററാണ് അല്ലേ. അപ്പോൾ പ്ലെയിൻ മിറർ നടുവിൽ വരുന്നത്, മിഡിലിൽ പ്ലെയിനിൽ വരുന്നത് 2 ഓപ്ഷൻ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് 2 എലിമിനേറ്റ് ചെയ്യാൻ പറ്റി. എങ്ങനെ? മിഡിൽ പോർഷൻ എന്ന് പറയുന്നത് സെയിം ആണ്, സെയിം സൈസാണ്, അത് പ്ലെയിൻ മിററിലാണ് വരുന്നത്. അപ്പോൾ പ്ലെയിൻ ഇവിടെയും കാണുന്നുണ്ട്, ഇവിടെയും കാണുന്നുണ്ട്. ഇനി നമ്മൾ താഴത്തെ മേലത്തെ ഒന്നുകൂടി നോക്കിയാൽ നമുക്ക് കറക്റ്റ് ഓപ്ഷൻ കിട്ടും. ബിഗ് ആണ് എന്ത്? ഹെഡ് വലുതായിട്ട് കാണുന്നു. ഏത് മിററിലാണ് മാഗ്നിഫൈഡ് വെർച്വൽ ഇമേജ് കിട്ടുക? നമുക്കറിയാം, ഒരു ഡൗട്ടും ഇല്ല, അത് കോൺകേവ് മിററാണ്. ഇവിടെ ഡിമിനിഷ്ഡ് വെർച്വൽ ഇമേജ് ആണ്, സ്മോൾ സൈസ്ഡ് ഇമേജ് എപ്പോഴും ഏതിലാണ് കിട്ടുക? കോൺവെക്സിലാണ് കിട്ടുക അല്ലേ. അതുകൊണ്ടല്ലേ നമ്മൾ അതിനെ വെഹിക്കിൾസിൻ്റെ റെയർ വ്യൂ മിററൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം അവിടെ കോൺവെക്സ്, അപ്പോൾ ലാസ്റ്റിൽ കോൺവെക്സ് വരുന്ന ഓപ്ഷനാണ് ഇവിടെ കറക്റ്റ് ആൻസർ. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇങ്ങനെയാണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ചിന്തിച്ചിട്ട് എഴുതുക. ഓക്കെ, ക്ലിയർ ആയിട്ട് നമ്മുടെ എന്താ പറയുക, ഇമേജ് ഫോർമേഷൻ ക്യാരക്ടറിസ്റ്റിക്സ് എപ്പോൾ ചോദിച്ചാലും പറയാൻ പറ്റുന്ന രീതിയിൽ പഠിച്ചിരിക്കണം. Question 8. In which of the following the image of an object placed at infinity will be highly diminished and point sized? ഇതിൽ ഏതിലാണ് ഒബ്ജക്റ്റ് പ്ലേസ്ഡ് അറ്റ് ഇൻഫിനിറ്റി വിൽ ബി, അവിടെ ഇമേജ് ഓഫ് എൻ ഒബ്ജക്റ്റ് പ്ലേസ്ഡ് അറ്റ് ഇൻഫിനിറ്റി വിൽ ബി ഹൈലി ഡിമിനിഷ്ഡ് ആൻഡ് പോയിന്റ് സൈസ്ഡ്. എവിടെ വെച്ച്? ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണ്. ഈ പറയുന്ന ഏതിലാണ് എപ്പം ഇമേജ് എന്ത് കിട്ടുക? ഹൈലി ഡിമിനിഷ്ഡും പോയിന്റ് സൈസ്ഡും കിട്ടുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷെ അവിടെ വെർച്വൽ ആണോ റിയൽ ആണോ ഒന്നുമില്ല. അപ്പം നമുക്കറിയാം, ഏത് മിറർ ആയാലും ലെൻസ് ആയാലും വെൻ ദ ഒബ്ജക്റ്റ് ഈസ് അറ്റ് ഇൻഫിനിറ്റി ദ ഇമേജ് ഈസ് ഫോംഡ് അറ്റ് ദ ഫോക്കസ്. പിന്നെ ഡിപ്പെൻഡിങ് ഓൺ ദ മിറർ ആണ് എന്ത്, വെർച്വൽ ആണോ റിയൽ ആണോ എന്നുള്ളത്. പക്ഷെ അത് ഈ ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പം ഇവിടെ നമുക്ക് ഓപ്ഷനായിട്ട് പോകാൻ പറ്റുന്നത് കോൺകേവ് മിറർ, കോൺവെക്സ് മിറർ, കോൺകേവ് ലെൻസ് ആൻഡ് കോൺവെക്സ് ലെൻസ്. ഇതിൽ മാത്രമായിട്ടല്ല, എല്ലാത്തിലും നമുക്ക് ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ ഇമേജ് ഫോക്കസിലാണ്. അപ്പം കോൺവെക്സ് മിററിൻ്റെ കേസിലാണെങ്കിൽ അത് വെർച്വൽ ഫോക്കസ് ആണ്. അതേപോലെ കോൺകേവ് ലെൻസിൻ്റെ കേസിലായാലും പക്ഷേ അത് ഫോക്കസിലാണ്. അതെന്താണ്? ഡിമിനിഷ്ഡ് ആൻഡ് പോയിന്റ് സൈസ്ഡ് ആണ് അവിടെ കിട്ടുന്നത്. അപ്പം ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. ദ ആംഗിൾ ബിറ്റ്വീൻ ഇൻസിഡൻറ്റ് റേ ആൻഡ് റിഫ്ലക്റ്റഡ് റേ ഈസ് 80. വാട്ട് ഈസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്? ഇത് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ആംഗിൾ ബിറ്റ്വീൻ ഇൻസിഡൻറ്റ് റേ ആൻഡ് റിഫ്ലക്റ്റഡ് റേ ഈസ് 80. അപ്പം ഇതാണ് നമ്മുടെ നോർമൽ, ഇൻസിഡൻറ്റ് റേ ഇത്, റിഫ്ലക്റ്റഡ് റേ അല്ലേ. അപ്പോൾ ഐയും ആറും ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. നമുക്കറിയാം ലോസ് ഓഫ് റിഫ്ലക്ഷൻ പ്രകാരം ഐ ഈസ് ഈക്വൽ ടു ആറാണ്. അപ്പം ഇവിടെ എത്ര തന്നിരിക്കുന്നത്? ഐ പ്ലസ് ആർ ഇസ് ഈക്വൽ ടു 80 എന്നാണ് തന്നിരിക്കുന്നത്. ഐ ഇസ് ഈക്വൽ ടു ആർ. അപ്പോൾ അതിനെ നമുക്ക് എക്സ് എന്ന് എടുക്കാം. എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ എക്സ് പ്ലസ് എക്സ് 2x ഇസ് ഈക്വൽ ടു 80, എക്സ് ഇസ് ഈക്വൽ ടു 40 ഡിഗ്രി. 40 ആണ് ഇവിടുത്തെ ആൻസർ. അതായത് ഇത് ഐ ഇസ് ഈക്വൽ ടു എക്സ്, ആർ ഇസ് ഈക്വൽ ടു എക്സ് എടുക്കാം. സെയിം ആണ്, ഐയും ആറും സെയിം ആണ് എന്ത്, ആസ് പെർ ലോസ് ഓഫ് റിഫ്ലക്ഷൻ. അപ്പോൾ ഇങ്ങനെ ഓർമ്മിച്ച് എഴുതുക. ഇനി ഇന്നത്തേക്കുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനിയും വരും കേട്ടോ, അടുത്ത സെറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞാൻ വരും എന്തായാലും. ഇന്ന് ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഒന്നിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാടായിട്ട് തോന്നും. എ സ്റ്റുഡൻറ്റ് കണ്ടക്ട്സ് എൻ എക്സ്പെരിമെൻറ്റ് യൂസിങ് എ കോൺവെക്സ് ലെൻസ്. He places the object at a distance of 60 cm in front of the lens and observed that the image is formed at a distance of 30 cm behind the lens. What is the power of the lens? എന്താ തന്നിരിക്കുന്നത്? കോൺവെക്സ് ലെൻസ് ആണ് തന്നിരിക്കുന്നത്. He places the object at a distance of 60 cm in front of the lens. അതായത് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് -60. നമുക്കറിയാം ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എപ്പോഴും മൈനസ് ആണ്. He observed that the image is formed at a distance of 30 cm behind the lens. അതായത് അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ, ലെൻസിൻ്റെ ബാക്ക് സൈഡിൽ. അതായത് ഇമേജ് ഡിസ്റ്റൻസ് ഇസ് +30. വാട്ട് ഈസ് ദ പവർ ഓഫ് ദ ലെൻസ്? നമുക്കറിയാം പവർ P is equal to reciprocal of focal length expressed in meters അല്ലേ. അപ്പം ഇവിടെ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ഫോക്കൽ ലെങ്ത് കാണണം. 1/f is equal to ലെൻസ് ആണ്, ലെൻസ് ഫോമുലയാണ്, കൺഫ്യൂഷൻ ആവരുത് മിറർ ഫോമുല കൊണ്ട്. 1/v minus 1/u, 1/30 minus 1/-60. അപ്പോൾ എന്ത് കിട്ടും? 1/30 plus 1/60 വരും. 60 LCM 2 plus 1 3/60 വരും. 3/60 എന്ന് വെച്ചാൽ 1/20.
അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഫോക്കൽ ലെങ്ത് ഇസ് ഈക്വൽ ടു 20 സെൻറ്റിമീറ്റർ പ്ലസ് 20 സെൻറ്റിമീറ്റർ കോൺവെക്സ് ലെൻസ് ആണ്. നമ്മൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് പോസിറ്റീവ് വാല്യൂ കിട്ടി. ഇത് നിങ്ങൾ ഇതിൻ്റെ ന്യൂമറിക്കലൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ കേരള സിലബസ്, നിങ്ങളുടെ CBSE സിലബസിൻ്റെയും കേരള സിലബസിൻ്റെയും ഒക്കെ ചാപ്റ്റേഴ്സ് സെയിം ആണ്. അപ്പം അതിൻ്റെ പ്ലേലിസ്റ്റിൽ ഇതിൻ്റെ എല്ലാം തിയറിയും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ നോക്കുക, പ്ലേലിസ്റ്റ് എടുത്തിട്ട്. സെയിം ചാപ്റ്ററാണ്, സിലബസ് നോക്കേണ്ട ആവശ്യമില്ല, സെയിം ചാപ്റ്ററാണ്, സെയിം കണ്ടൻ്റാണ്, കുറേ ക്വസ്റ്റ്യൻസും ഉണ്ട്, കുറേ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം F is equal to 20. നമുക്ക് എന്ത് വേണം? ഫോക്കൽ ലെങ്ത്തിനെ മീറ്ററിലേക്ക് മാറ്റണം. അപ്പോൾ എത്ര കിട്ടും? 20 divided by 100 meter. Power is equal to 1 by focal length expressed in meter. So 1 by 20 by 100. അപ്പോൾ എത്രയാണ്? 100 by 20. 100 by 20 എത്രയാണ്? 5. പ്ലസ് 5 ഡയോപ്റ്റർ ആണ് എന്ത്? ആൻസർ ഇവിടെ കൃത്യമായിട്ട് ഓപ്ഷൻ സിയിൽ ഉണ്ട്. അപ്പം പവറിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക, അത് ഷുവറായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇന്ന് ചെയ്ത ഈ 10 ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിക്കുക, ആൻസർ നന്നായിട്ട് പഠിക്കുക, അതിൻ്റെ തിയറിയും വായിക്കുക, ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക. അപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ ഈ ചാപ്റ്ററിൻ്റെ MCQs ഒന്ന് പോസ് ചെയ്യുകയാണ്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഹ്യൂമൻ ഐ ആൻഡ് കളർഫുൾ വേൾഡിൻ്റെ അടുത്ത സെറ്റ് MCQs ആയിട്ട് വരാം. അത് കഴിഞ്ഞ് 2 ചാപ്റ്ററും ചെയ്തതിന് ശേഷം ഞാൻ മിക്സ് ചെയ്തിട്ടില്ല നമ്മുടെ സാമ്പിൾ പേപ്പറും CBSEൻ്റെ സാമ്പിൾ പേപ്പർ ഡിസ്കസ് ചെയ്യാം. അതേപോലെ ഒരു 3-4 സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫിസിക്സ്. ഓക്കെ, ഞാൻ ഫിസിക്സ് മാത്രമേ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ, പക്ഷേ നിങ്ങൾക്കത് കിട്ടും. അപ്പോൾ സാമ്പിൾ പേപ്പർ എടുത്തിട്ട് അതിൻ്റെ MCQസും നമുക്ക് ഡിസ്കസ് ചെയ്യാം. കേസ് സ്റ്റഡി ക്വസ്റ്റ്യന്, മറ്റേ റീസണിങ് ആൻഡ് അസേർഷൻ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഈ 2 ചാപ്റ്ററിൻ്റെ MCQs ഡിസ്കസ് ചെയ്തതിന് ശേഷം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഹ്യൂമൻ ഐ ആൻഡ് കളർഫുൾ വേൾഡിൻ്റെ ഒരു ഫസ്റ്റ് സെറ്റ് ഓഫ് MCQs ആയിട്ട് വരാം. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ക്ലാസ് അപ്ഡേറ്റ് ചെയ്യുമ്പം അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അതേപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും സ്പെസിഫിക് ടോപ്പിക്ക് നിങ്ങൾക്ക് ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, അതിനനുസരിച്ചിട്ട് ക്ലാസ് എടുക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് വരിക, ഹ്യൂമൻ ഐൻ്റെ ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് വരിക, സിലബസ് നോക്കിയിട്ട് വായിച്ചിട്ട് വരിക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു, ബൈ.